പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ടവർ ആ സഭയെ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ലെങ്കിലും നമുക്കങ്ങനെ എടുക്കാതിരിക്കാനാവില്ലല്ലോ. അതിനാൽ പൊളിമിക്സ് ആരംഭിക്കുന്നത് നിയമസഭാ അവലോകനത്തോടെയാണ്. നിയമസഭ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയോടെയാണ്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ചോദ്യം നമ്പർ 91 ബഹുമാനപ്പെട്ട ശ്രീ ജെയിംസ് മാത്യു, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, മറുപടി 7 പേജുള്ള ദീർഘമുള്ള കാര്യങ്ങൾ ഞാനത് മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല. 6/7/2009 6/7/2009 നയന സർക്കാരിന്റെ കാലത്താണ് GOMS നമ്പർ 44/9 PWDയിൽ നിന്നും 1195 സീറ്റിലിരിക്കാൻ സ്പീക്കർ പറഞ്ഞപ്പോൾ അനുസരണയോടെ ഇരുന്നെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ പക്ഷേ സഭാ നടപടികളുമായി സഹകരിച്ചില്ല, ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ശ്രീ KC ജോസഫ്. സർ, വൈകാരികമായി എനിക്ക് വളരെ ബന്ധപ്പെട്ട വിഷയമാണിത്. മലയോര ഹൈവേ. ഈ സഭയിലെ 5 മെമ്പർമാർ സഭയ്ക്ക് ഒരു നിരാഹാരം കിടക്കുമ്പോൾ, ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ശ്രീ സണ്ണി ജോസഫ്. അങ്ങാണ് ഇത് ക്ലബ് ചെയ്യണമെന്ന് എഴുതി തന്നാള്. അതെ, ഈ കാരണം വളരെ വളരെ ഗുരുതരമായ സഭയിലെ 5 അംഗങ്ങൾ, 5 സഹപ്രവർത്തകർ സമരം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല. ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഇതേ കാരണത്താൽ ഞാനും ചോദ്യം ചോദിക്കുന്നില്ല. 5 യുവ MLA-മാർ കേരളത്തിലെ ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരാഹാരം കിടക്കുമ്പോൾ ഗവൺമെന്റ് അത് ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കുന്ന സ്വാശ്രയ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നില്ല. ശ്രീ KS ശബരിനാഥ്. ഭരണകക്ഷിയിലെ വിപ്ലവകാരികൾ പല വിധത്തിലും കോലാഹലങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് നിന്ന മന്ത്രി G. സുധാകരൻ മാന്യമായ ഒരു ഇടപെടൽ നടത്തി. പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ MLA-മാർ ചോദ്യം ചോദിച്ചപ്പോൾ വന്നതിൽ നന്ദിയുണ്ട്. നിങ്ങൾ വന്നല്ലോ, അത് നന്ദിയുണ്ട്. പക്ഷേ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് നിരാഹാരത്തിനൊരു കുറവും വരുമായിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. പ്രതിപക്ഷം അതിനോട് പ്രതികരിച്ചില്ലെങ്കിലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമല്ലാതെ ജനപക്ഷത്തും നിൽക്കുന്ന പൂഞ്ഞാർ അംഗം PC ജോർജ് തൻ്റെ നിലപാടിനോട് യോജിക്കുന്ന തരത്തിൽ ഒന്ന് ഇടപെട്ട് നോക്കി. ഇവിടെ MLA-മാർ നിരാഹാരം പറഞ്ഞ് ഒരു വാക്ക് പറയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്പീക്കർ നേരിട്ട് സംസാരിച്ച് പ്രതിപക്ഷ നേതാവിനെയും വിളിച്ച് ഇന്ന് തന്നെ ആ നിരാഹാരം അവസാനിപ്പിക്കാൻ അന്യായത്തിന് ഞാൻ കടക്കുന്നില്ല. സുപ്രീം കോടതി വിധി വന്നിരിക്കുക. അത് തീർക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ മുൻകൈ എടുക്കണം. ജനാധിപത്യമല്ലേ, ആ കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധ ഞാൻ പെടുത്തുകയാണ്. ഇത് സഭയിലെ മുതിർന്ന ഒരംഗം എന്ന നിലയിൽ PC ജോർജ് നടത്തേണ്ട ഇടപെടൽ തന്നെയാണ്. അതൊരു മാതൃകയുമാണ്. ചോദ്യോത്തരവേള കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരു അടിയന്തര പ്രമേയം. വിഷയം സ്വാശ്രയ പ്രശ്നവും സഭയിലെ സമരവും. നോട്ടീസ് കൊടുത്തത് സണ്ണി ജോസഫാണ്. സർ, SFI ഈ പ്രശ്നത്തിന്റെ ആരംഭത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പുണ്ട് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സഭയിൽ ഇത് ഉയർത്തി കാണിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഇത് നോക്കിയത്, വായിച്ചത്. എന്താണ് സർ SFI പത്രക്കുറിപ്പിന്റെ ആകെ തുക? മെറിറ്റും സാമൂഹ്യനീതിയും അട്ടിമറിച്ച് മാനേജ്മെന്റുകൾ പ്രവേശനവുമായി മുന്നോട്ട് പോകുന്നു. ഇത് SFIയുടെ പത്രക്കുറിപ്പാണ്. ഹൈക്കോടതി വിധിയുടെ മറവിൽ വൻ കോഴ ഇടപാടുകളാണ് ഇക്കൂട്ടർ നടത്തുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന നടപടിയിൽ വെള്ളം ചേർക്കുന്നു. അർഹരായ വിദ്യാർത്ഥികളെ തഴഞ്ഞും അപേക്ഷാ തീയതി മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയും
വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളെയും വഞ്ചിക്കുകയാണ്. മെഡിക്കൽ പ്രവേശനത്തിന് കോടികളുടെ കോഴ ഇടപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് ജെയിംസ് കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളാരും എഴുതി കൊടുത്തതല്ല, ഇത് SFI നേതാക്കന്മാർ കയ്യക്ഷരത്തിൽ, ഇത് DTP എടുത്തല്ല സർ, ഇത് കൈപ്പടയിൽ കയ്യക്ഷരത്തിൽ മഷി കൊണ്ട് എഴുതിയതാണ് സർ. ഇതിനെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും ഈ സഭയിൽ SFIയുടെ പേരിൽ DYFIയുടെ പേരിൽ വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്നവർക്കും ജനപ്രതിനിധികളായി വന്നവർക്കും SFIയുടെയും AISFന്റെയും ഈ നിലപാടിനെ അവർക്ക് നിഷേധിക്കാൻ സാധിക്കുമോ സർ? ഗവൺമെന്റ് ഇക്കാര്യത്തിൽ യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ല. എന്തുകൊണ്ടാണ്? ചർച്ച വന്നാൽ അവർ ഭയപ്പെടുന്നു. കാരണം ഇവിടെ ഏറ്റവും വലിയ ഇന്ന് സാശ്രയ മെഡിക്കൽ മാനേജ്മെന്റിന്റെ മുതലാളിത്തത്തിന്റെ നേതൃത്വം ഇന്ന് CPM ഏറ്റെടുത്തിരിക്കുകയാണ് സർ. സണ്ണി ജോസഫ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പലതവണ ഭരണകക്ഷി അംഗങ്ങൾ മഷിക്കുപ്പിയുടെ കഥ എടുത്തിട്ടു. അപ്പോഴെല്ലാം സണ്ണി ജോസഫ് ശിവദാസ മേനോന്റെ ചോരയൊഴുക്കി. ശിവദാസ മേനോന്റെ ചോര എടുത്ത് കൃഷ്ണദാസിന്റെ ദേഹത്ത് പുരട്ടിയത്, ശിവദാസ മേനോന്റെ ചോര എടുത്ത് കൃഷ്ണദാസിന്റെ ദേഹത്ത് ഞാൻ നിങ്ങളും കണ്ടതല്ലേ സാർ? അതുകൊണ്ട് കള്ളത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കുക സാർ. അപ്പോഴതാ ഭരണകക്ഷിയിൽ നിന്ന് സുരേഷ് കുറുപ്പ് എഴുന്നേൽക്കുന്നു, ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുന്നു. സഭയിലില്ലാത്ത രണ്ടാളുകളെ കുറിച്ച് ശ്രീ ശിവദാസ മേനോനെയും കൃഷ്ണദാസിനെയും കുറിച്ച് നടത്തിയ പരാമർശം രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. പരിശോധിച്ച് വേണ്ടേ ചെയ്തോളൂ. അതുതന്നെയാണ് അതിൻ്റെ നടപടിക്രമം. സ്പീക്കർ അത് ചെയ്തുകൊള്ളും. പക്ഷേ നോട്ടീസിന് മറുപടി കൊടുക്കേണ്ടത് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ്. ഒരു മാനേജ്മെന്റിനെയും ഈ കരാറിൽ നിന്ന് തെറ്റാനോ അല്ലെങ്കിൽ നീറ്റുമുറി അട്ടിമറിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമില്ല സർ. ഉത്തരം വളരെ വ്യക്തമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ് സർ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിച്ചിരിക്കുന്നു. സ്വാശ്രയ സമരം അങ്ങനെ ഇന്നും സഭയിൽ വന്നുപോയി. പൊളിമിക്സ് അതിന് പിന്നാലെ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ 1-2 കീഴ്വഴക്കങ്ങൾ പരിശോധിക്കാനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് സഭയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഒരേടും ഒരു കീഴ്വഴക്കവും സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ ആദ്യം ഒരു കാര്യം പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 4ാം നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 25/2/1975 അന്ന് സ്പീക്കർ സഭ തുടങ്ങാൻ പോവുകയാണ്. മിസ്റ്റർ സ്പീക്കർ, ഓർഡർ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. EMS എഴുന്നേറ്റ് നിൽക്കുകയാണ്. അദ്ദേഹം വളരെ വിശദമായ 5 MLAമാർ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് EMS നടത്തിയത്. അതുമാത്രമല്ല, അന്ന് 5 KM ജോർജ്, ശിവരാമഭാരതി, ജോൺ മാഞ്ഞൂരാൻ എന്നീ 4 പേര് പ്രസംഗിച്ചിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ മറുപടിയും പറഞ്ഞ് അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ അവർ തുടങ്ങുന്നത്. അന്ന് സ്പീക്കർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? റൂള് പറഞ്ഞില്ല. മിസ്റ്റർ സ്പീക്കർ, ഓർഡർ, ചോദ്യോത്തര സമയം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കളെ ഒന്നുകൂടി വിളിച്ച് സംസാരിക്കാൻ ഞാൻ പരിശ്രമം നടത്തുമെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച സമയം ഞാൻ സഭയെ അറിയിക്കാം. ഓർഡർ, ചോദ്യോത്തര സമയം തുടങ്ങുന്നു. സർ, ബഹുമാന്യനായ EMS അന്ന് പ്രതിപക്ഷ നേതാവായി ഇതേ സീറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ റൂളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരിശോധിക്കണം. അങ്ങേ പോലെ ഞാൻ സ്പീക്കറായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ എന്റെ അവകാശത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അങ്ങൾക്കുണ്ട്. മഹാനായ ആ EMSന്റെ മാതൃക അങ്ങ് ഇത് കാണണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അന്ന് സ്പീക്കറായിരുന്ന മൊയ്തീൻകുട്ടി ഹാജി അദ്ദേഹം എടുത്ത നിലപാടാണ് അങ്ങ് സ്വീകരിക്കേണ്ടത്. ഞാനത് വിടുന്നു, അത് വേറൊരു വിഷയമാണ്. അങ്ങ് ഇന്നലെ പത്രക്കുറിപ്പ് ഇറക്കിയതിന്റെ പേരിലാണ് ഞാൻ ഇക്കാര്യം സംസാരിച്ചത്. മറുപടിയായി സ്പീക്കർ നൽകിയ വിശദീകരണം ഇതാ ഇങ്ങനെ. ദീർഘകാലത്തെ പാർലമെന്ററി അനുഭവമുള്ള ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് സ്ഥിരമായി ചെയറിന്റെ വിമർശകനായി സഭയ്ക്കകത്തും പുറത്തും മാറുന്നത് ഖേദകരമായൊരു കാര്യമാണെന്ന് അങ്ങേ ഞാൻ അറിയിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളും ചട്ടത്തിന് വിധേയമായി സംരക്ഷിക്കുവാനുള്ള ബാധ്യത ചെയറിനുണ്ട്. അത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
കീഴ്വഴക്കങ്ങൾ യാന്ത്രികമായി നടപ്പിലാക്കേണ്ടതല്ല. കീഴ്വഴക്കങ്ങൾ സാഹചര്യങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാണ്. കീഴ്വഴക്കം സഭയുടെ മാർഗരേഖ കൂടിയായി കരുതപ്പെടുന്ന സംഗതിയായതിനാൽ അതെല്ലാം സഭയ്ക്കകത്തുള്ളവരുടെ ചർച്ചയ്ക്ക് വിടുകയാണ്. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പൊളിമിക്സ് ആളല്ല. സഭയ്ക്കകത്ത് ചർച്ച നടക്കാത്തതിൽ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും വിഷമമുണ്ട് എന്നാണ് പൊളിമിക്സിന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണല്ലോ അവർ പുറത്തിറങ്ങി വാദിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 5 വർഷക്കാലം സ്വാശ്രയ കോളേജുകളുടെ അവസ്ഥ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അക്കാലത്ത് ഒരു പ്രത്യേകതയുണ്ടായത്, ഇഷ്ടം പോലെ കോഴ വാങ്ങാനുള്ള സൗകര്യം ചില സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് ലഭിച്ചിരുന്നു. UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 5 വർഷം കൊണ്ട് 47,000 രൂപയാണ് വർദ്ധിപ്പിച്ചത് ഫീസ്. LDF ഒറ്റയടിക്കാണ് 65,000 രൂപ വർദ്ധിപ്പിച്ചത്. ഇതാണോ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കുന്ന നിലപാട്? നേരത്തെ 8 ലക്ഷം രൂപ വരെ മാനേജ്മെൻറ്റുകൾ വാങ്ങിയിരുന്ന സ്ഥാനത്ത് 25,000 രൂപക്ക് കുട്ടികളെ പഠിപ്പിക്കാമെന്ന് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഉയർന്ന ഫീസ് വാങ്ങുന്നു, തലവരിപ്പണം വാങ്ങുന്നു, ബാങ്ക് ഗ്യാരണ്ടി വാങ്ങുന്നു, റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് വാങ്ങിക്കുന്നു. നിർബാധം കോഴയും കൊള്ളയും നടക്കുന്നു. മുഖ്യമന്ത്രി അതെല്ലാം മറച്ചു വെക്കുകയാണ്. കോഴ വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ മാറ്റത്തിൽ സ്വാഭാവികമായും അസ്വസ്ഥതയുള്ളവർ കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ച സമരം ഈ അസ്വസ്ഥതയുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്. ഞങ്ങൾ സമരരംഗത്ത് വന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും ആശങ്കകളും അസ്വസ്ഥതകളും ഏറ്റെടുത്തുകൊണ്ടാണ്. മാനേജ്മെൻറ്റുകളുടെ അസ്വസ്ഥത ഏറ്റെടുത്ത മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമാണ് അവർക്ക് കുത്തനെ ഫീസ് വർദ്ധിപ്പിച്ചു കൊടുത്തത്. കോഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ തലത്തിലും കോഴ ഒരു ദിനചര്യ പോലെ നടപ്പാക്കപ്പെട്ടിരുന്നു. സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് അതിൻ്റെ ഭാഗമായി തന്നെ നല്ല സംരക്ഷണം, ഈ കോഴ നല്ലതുപോലെ വാങ്ങുന്ന മാനേജ്മെൻറ്റുകൾക്ക് നല്ല സംരക്ഷണം അക്കാലത്ത് ലഭിച്ചിരുന്നു. എന്നാൽ അത്തരം മാനേജ്മെൻറ്റുകൾക്കെല്ലാം ഒരു കാര്യം നല്ലതുപോലെ അറിയാം, LDF സർക്കാരിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്നത് നല്ലതുപോലെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് LDF ഗവൺമെന്റിന്റെ വലിയ നേട്ടമൊന്നും പറയാൻ കഴിയില്ല. സഭാ നടപടിക്രമങ്ങളാകെ അലങ്കോലപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ രീതിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതിൽ എന്താണ് കോൺഗ്രസിന്റെ താല്പര്യം? സഭയുടെ അന്തസ്സിന് യോജിക്കാത്ത പരാമർശങ്ങൾ നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് പൊതുസമൂഹം വിലയിരുത്തട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. സമരം ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു, ജനപിന്തുണയില്ല. അപ്പോൾ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നതിലൂടെ ഈ സമരം ശ്രദ്ധിക്കാത്ത ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരിക, ഇതിൻ്റെ മേലെ സഭാ നടപടി അലങ്കോലപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ഒരു ജനം ശ്രദ്ധിക്കപ്പെടുമല്ലോ. ഇതല്ലേ കോൺഗ്രസ് കാണിച്ചത്? വസ്തുതകൾ മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ മനസ്സിലായിട്ട് തന്നെ മനസ്സിലാകാതെ പ്രവർത്തിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഹർത്താൽ നടത്തേണ്ട ഘട്ടത്തിൽ ചിലപ്പോൾ നടത്തേണ്ടി വരും. ഒരു കാലത്തും ഹർത്താൽ പാടില്ല എന്നൊന്നും ഞങ്ങൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹർത്താലിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള പുകിലൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയായിരുന്നു? അതിന് നിരാഹാരം, ഫേസ്ബുക്കിലൂടെ ക്ഷണിക്കൽ,
ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ, ആരും മറന്നിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ ഹർത്താലിനെതിരെ നിയമം പാസ്സാക്കുന്നതിനായിട്ട് ബില്ല് കൊണ്ടുവന്നത്. ശക്തമായ ആവശ്യമുണ്ടായിരുന്നു സ്റ്റേറ്റ് ഒട്ടാകെ ഹർത്താൽ വേണമെന്ന്. പക്ഷേ ഞങ്ങൾ UDF യോഗം കൂടിയാണ്, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, UDF ഒരുമിച്ചെടുത്ത തീരുമാനമാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മതി എന്നുള്ളത്. അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ രീതി അത് തങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് കോൺഗ്രസ് തന്നെ ചിന്തിക്കണം. പിന്നെ മുഖ്യമന്ത്രി പുതിയ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെ ആകാമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നത് അറിയില്ല. പുതിയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സഭയിൽ ഇത്തരം സഭാ രേഖകളിൽ പോലും ഉണ്ടാകാത്ത നിലയിലുള്ള പരാമർശം നടത്തുന്നത് ശരിയാണോ? അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇടയ്ക്ക് ഉന്നയിക്കുന്നതായിട്ട് കേട്ടത്. ഇപ്പോൾ സമരപ്പന്തലിലേക്ക് ഗ്രനേഡ് എറിഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അവിടെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ വലിയ അസ്വസ്ഥതയുണ്ടായി അവിടെ ഗ്രനേഡ് എറിഞ്ഞോടനുബന്ധിച്ച്. പന്തലിലേക്ക് കാറ്റടിച്ചപ്പോൾ പുക വന്നിട്ടുണ്ടോ? ഒരു ഗ്രനേഡും പന്തലിലേക്ക് ചെന്നില്ല. അത് സ്വാഭാവികമാണ്. ഇപ്പം ചിലപ്പോൾ പുക, കാറ്റിനെ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായി പുക അങ്ങോട്ട് പോയിട്ടുണ്ടോ? കാറ്റടിച്ചപ്പോൾ ഉണ്ടായതല്ല. മുഖ്യമന്ത്രി കാറ്റടിച്ചപ്പോൾ പുകയുണ്ടായെന്ന് പറഞ്ഞത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നിനും വേണ്ടിയല്ല. ഇവിടെ അക്രമാസക്തമായ സമരം നടന്നപ്പോൾ ആ അക്രമാസക്തരായവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പുക ഉയരത്തക്ക രീതിയിലുള്ള ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചിട്ടുണ്ട്, ഗ്രനേഡുകളും പ്രയോഗിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ഡീൻ കുര്യാക്കോസും വൈസ് പ്രസിഡന്റ് CR മഹേഷിനും വലിയ അസ്വസ്ഥതയുണ്ടായി. അവർ സമരം കിടക്കും 8 ദിവസം നിരാഹാരം കിടക്കുമ്പോൾ സ്വാഭാവികമായും വളരെ ഉയർന്ന വീര്യമുള്ള D4, D5 അങ്ങനെ പല രീതിയിലുള്ള ഏറ്റവും ഉയർന്ന വീര്യം കൂടിയ ഗ്രനേഡാണ് അവിടെ പൊട്ടിച്ചത്. അതിൻ്റെ ഫലമായി അവർക്ക് സഫോക്കേഷൻ ഉണ്ടായി, ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. പോലീസിനാണ് പരിക്കേൽക്കുന്നത്. ആ പരിക്കേറ്റ പോലീസാണ് സമരപ്പന്തലിൽ നിന്ന് ഡീൻ കുര്യാക്കോസിനെയും മഹേഷിനെയും ഒക്കെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. അത് ഏത് കാലത്തും സമരം ചെയ്യുന്ന ആളുകളെ കൊണ്ടുപോകുന്നത് പോലീസ് വാനിൽ പോലീസ് തന്നെയാണ്. ഏത് നിരാഹാരം നടത്തിയാലും അവരെ കൊണ്ടുപോകുന്നത് ഈ കേരളം ഉണ്ടായത് കാലം മുതൽ ചെയ്യുന്ന അങ്ങനെയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തർക്കിക്കുമ്പോൾ അതിലൊരു പക്ഷം പിടിക്കുന്നത് ഭംഗിയായിരിക്കില്ല എന്നതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതു കഴിഞ്ഞാൽ ചിലരെ ജാമ്യത്തിലെടുക്കാനുണ്ട്. കോട്ടയത്താണ്. അതിനിടയിൽ നമ്മുടെ മാണി കോൺഗ്രസിന്റെ യുവജന നേതാക്കൾ കൂട്ടത്തോടെ കേസിൽപ്പെട്ടു കേട്ടോ. കൊലക്കേസിൽ, നായ്ക്കൊലക്കേസിൽ, തെരുവു നായ്ക്കളെ കൊന്ന കേസിൽ എല്ലാത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെയേറെ ദുഃഖമുണ്ട്. വാക്കിന് യാതൊരു വിലയുമില്ലാതെ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് പട്ടിയെ പിടിച്ചപ്പോ ഞങ്ങളെ പിടിച്ച് പ്രതിയാക്കി. Kerala Youth Front Zindabad, Kerala Youth Front Zindabad, Kerala Youth Front Zindabad, Kerala Youth Front Zindabad, Rajimanya Kadamba Zindabad, Rajimanya Kadamba Zindabad, Kerala Youth Front Zindabad, Kerala Youth Front Zindabad, Menaka Gandhi Murachi, Menaka Gandhi Murachi, Illa Nyangal Parvote, Illa Nyangal Parvote, Oro Adiyum Munnote, Oro Adiyum Munnote, Aridu Parayunnu Ariyamo, Aridu Parayunnu Ariyamo, Youth Front Parayunnu, Youth Front Parayunnu, Kerala Congress Zindabad, Kerala Congress Zindabad, KM Mani Zindabad, KM Mani Zindabad, Dr. Mani Zindabad, Dr. Mani Zindabad, അഭിവാദ്യങ്ങൾ 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 സജീവ കടമൻ അഭിവാദ്യങ്ങൾ സജീവ കടമൻ അഭിവാദ്യങ്ങൾ. ഏതായാലും കോട്ടയത്തെ പോലീസ്
സജി മഞ്ഞക്കടമ്പനെയും കൂട്ടുപ്രതികളെയും കാര്യമായി സഹായിച്ചു. സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യം കൊടുത്തു. ജാമ്യം എടുത്തു. പോലീസ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങളുടെ ആൾജാമ്യത്തിൽ ഞങ്ങൾക്ക് ജാമ്യം തന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഈ ഒരു പോലീസ് അറസ്റ്റ് കൊണ്ടോ ഒന്നും ഞങ്ങൾ ഇതിന് പുറകോട്ട് പോകുന്ന വിഷയമില്ല. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇതിന് അടിയന്തരമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. ഞങ്ങൾ ഒറ്റക്കാര്യം മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇവിടെ KT ജലീൽ എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞു അപകടകാരികളായ നായ്ക്കളെ ഞങ്ങൾ കൊലപ്പെടുത്തും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടി വാക്ക് വിശ്വസിച്ചാണ് കേരള യൂത്ത് ഫ്രണ്ട് ഈ ദൌത്യം ഏറ്റെടുത്തത്. ഈ കേസും കൂട്ടവും ഒന്നും കേരള യൂത്ത് ഫ്രണ്ടിന്റെ വിപ്ലവ വീര്യം നശിപ്പിച്ചിട്ടില്ല. അവർ പിന്നെയും മുറുമുറുക്കുകയാണ്. അതിനുവേണ്ടി വധശിക്ഷ അല്ലെങ്കിൽ തൂക്ക് ശിക്ഷ ഏൽക്കേണ്ടി വന്നെങ്കിൽ ഞങ്ങൾ പുറകോട്ടില്ല. ഞങ്ങൾ ഇത് സംസ്ഥാനത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതൊരു മെസ്സേജാണ്. ഇത് നാട്ടുകാർ ജനങ്ങൾ ഏറ്റെടുക്കണം. അതായത് അലഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന നായ്ക്കൾക്ക് ഈ പറഞ്ഞ പോലെ കാഞ്ഞിരത്തിന്റെ തോലിൽ ഇറച്ചി വേവിച്ച് അങ്ങ് കൊടുത്താൽ മതി. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അപ്പോൾ കൈകാര്യം ചെയ്തോളും. എങ്ങനെയാണ് കൊന്നത് എന്നൊന്ന് പറഞ്ഞേ, അതറിഞ്ഞാലല്ലേ നാട്ടുകാർക്ക് ആലോചിക്കാൻ പറ്റൂ. ഞങ്ങള് കാഞ്ഞിരത്തിന്റെ തോല് ഇറച്ചിക്കകത്ത് വേവിച്ച് തന്നെ കൊടുത്തോണ്ട് പട്ടി അവിടെ ചത്ത് കിടന്നു. പിന്നെ പട്ടിയെ പിടിക്കാതെ 3 പട്ടികളെ കഴിക്കാൻ വന്നു. അതിന് അപകടകാരിയായ പട്ടിയാണ്. ഞാൻ അടിച്ചു കൊന്നു. എന്നെ കടിച്ചാൽ എനിക്ക് എന്റെ ജീവൻ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് 3 എണ്ണത്തിനെ അടിച്ചു കൊന്നു. ബാക്കിയുള്ളതിനെ ഞങ്ങൾ കാഞ്ഞിരത്തിന്റെ തോല് കൊടുത്താണ് കൊന്നത്. യൂത്ത് ഫ്രണ്ട് ഇനിയും കൊല്ലുമോ സജിയെ? ഇനിയും ഇതുപോലെ ഇനിയും ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെ കൊണ്ട് ഇത് കൊല്ലിക്കും. ഞങ്ങൾ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ ഏറ്റെടുക്കും. കേരള സംസ്ഥാനത്ത് ഒട്ടുക്ക് ഇത് ഏറ്റെടുക്കും. ഇത് ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കേട്ടില്ലേ? കൊല്ലിക്കും എന്ന്, നാട്ടുകാരെ കൊണ്ട് കൊല്ലിക്കും എന്ന്. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ കേസിൽപ്പെടുത്തണം. ഈ മഞ്ഞക്കടമ്പന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാ. ഇവിടെ മുയലിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, താറാവിനെ കൊല്ലാം, മറ്റ് മുഴുവൻ ജീവജാലങ്ങളെയും കൊല്ലാം. അപകടകാരികളായ നായയെ മാത്രം കൊല്ലരുത് എന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തമാണ്. ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വിഷബാധ മരുന്ന് കമ്പനികളുടെ ഏജന്റുമാരാണ് ഇന്ന് ഇവിടെ നായു സംരക്ഷകരായി ഇവിടെ നിന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് യൂത്ത് ഫണ്ട് ഒരു കാര്യം ചെയ്യാൻ പോകും. ഇപ്പൊ ഞങ്ങൾക്ക് കേസെടുത്ത് കൊണ്ടുവരാൻ പറയാം. ഇനി നായു സ്നേഹം പറയുന്ന ആളുകളുടെ വീട്ടിലേക്ക് കേരള യൂത്ത് ഫണ്ടിന്റെ ചെലവിൽ ഞങ്ങൾ പിടിച്ച നായ്ക്കളെ അവരുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കൊടുക്കും. നായ് സ്നേഹം പറയുന്ന ആളുകളുടെ വീട്ടിലെന്നാൽ രഞ്ജിനി ഹരിദാസിന്റെ ഒക്കെ വീട്ടിലോ? അല്ല, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇനി ഈ നായയെ കൊല്ലാൻ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് നോക്കും. സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തീരുമാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നായ സ്നേഹികളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പട്ടികളുമായി ചെല്ലും. അവർക്കത് കൊടുത്തേച്ച് പോരും. അവർ വളർത്തിയാൽ മതി. അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വളർത്തട്ടെ. നാട്ടുകാർ കിടക്കണ്ടേ, പാവപ്പെട്ട അമ്മമാർ കിടക്കണ്ടേ, മാതാപിതാക്കൾ കിടക്കണ്ടേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കേരള യൂത്ത് ഫണ്ട് ഏറ്റെടുത്ത ദൌത്യമാണിത്. സമരത്തിന്റെ രൂപം മാറും. പക്ഷേ ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ KT ജലീലിനെ പോലുള്ള ഒരു മാന്യനായ മന്ത്രിയാണ്. അദ്ദേഹം ഒക്കെ പറഞ്ഞ വാക്കിന് യാതൊരു വിലയുമില്ലാതെ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് പട്ടിയെ പിടിച്ചപ്പോ ഞങ്ങളെ പിടിച്ച് പ്രതിയാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുന്നണികളിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ അരഞ്ഞു നടക്കുന്ന പാർട്ടികളെ വിഷം വെച്ച് കൊന്നാൽ എന്തുണ്ടാകും എന്ന് ആലോചിക്കാനായി പൊളിമിക്സ് പോവുകയാണ്. അതിനുവേണ്ടി ഇന്നത്തെ ഇടപെടൽ ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.